അങ്കിൾ, അങ്കിള് വിഷമിക്കണ്ട. സ്നേഹ അവര് കൊണ്ടുവരും. അവള് നമ്മളോട് അങ്ങനെയൊന്നും ചെയ്യില്ല. ചിലപ്പോ അവന്തികേച്ചി വിളിച്ചു പറഞ്ഞ ആൾക്ക് മാറിപ്പോയതാവും. അച്ഛാ, ദേ വെള്ളം കുടിക്കേ. എങ്കിലും അവള് നമ്മളോട് ഈ ചതി ചെയ്തല്ലോ. അവൻ നല്ലൊരുത്തനായിരുന്നെങ്കിൽ, എന്നെ അവൻ പറഞ്ഞു പറ്റിച്ചില്ലായിരുന്നെങ്കിൽ അവരുടെ വിവാഹം ഞാൻ നടത്തി കൊടുക്കുമായിരുന്നു. ഇതിപ്പോ ഈ കുടുംബത്തെ മുഴുവനായി ചതിച്ചവനെ ഞാൻ എങ്ങനെ എൻ്റെ മകളുടെ ഭർത്താവായി അംഗീകരിക്കും? എന്നെയും ഞാൻ പറയുന്ന കാര്യങ്ങളെയും കൂടുതലായി മനസ്സിലാക്കേണ്ടവളല്ലേ സ്നേഹ? അച്ഛാ, എന്താ സംഭവിച്ചെന്ന് നമുക്കറിയില്ലല്ലോ. ചിലപ്പോ നമ്മൾ കരുതുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങളെങ്കിലോ. അച്ഛാ, ഞാനും കൂടി എൻ്റെതായ രീതിയിലൊന്ന് അന്വേഷിച്ചിട്ട് വരാം. ഇവിടെ ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല. അതാ ഞാൻ എങ്ങനെ വളർത്തിയതാ അവളെ. എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. ഞാൻ അന്നേ അച്ഛനോട് പറഞ്ഞതാ അവളെ ധനുഷിൻ്റെ കാര്യം പറഞ്ഞ് കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യരുതെന്ന്. ആര് കേൾക്കാൻ? അത് അവളുടെ നല്ലതിനു വേണ്ടിയല്ലേ ചേച്ചി പറഞ്ഞത്? പറഞ്ഞ് ഇപ്പോ ഇതുവരെ കൊണ്ടെത്തിച്ചില്ലേ നിന്റെ ചേച്ചി? ഇപ്പോ സമാധാനമായി കാണുമല്ലോ അവക്ക്. ഈ സമയത്ത് ആരെയും കുറ്റപ്പെടുത്തി നിൽക്കാതെ ചേച്ചി ഒന്ന് അന്വേഷിക്കേ. എനിക്ക് അന്വേഷിച്ചല്ലേ പറ്റൂ. പോയത് എൻ്റെ അനിയത്തിയായി പോയില്ലേ. സത്യം പറഞ്ഞ ആ വാർത്ത അറിഞ്ഞപ്പോ ചങ്ക് തകർന്നു പോയി എൻ്റെ. ഈശ്വര, എൻ്റെ കൊച്ചിനൊന്നും വരാതെ നോക്കണേ. എന്നാ ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാച്ചാ.